ആകെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആവുള്ളത്. ഏത് ഫിസിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഡിഫറെൻറ്റ് ഫോഴ്സുകൾ. അത് ഇവിടെ ഒന്ന് പറഞ്ഞേക്കാം, എന്നിട്ട് തുടങ്ങാം. ഫസ്റ്റ് വൺ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. നമ്മൾ സെക്കൻഡ് ഇയറിൽ കഴിഞ്ഞ വർഷം ആദ്യ പാഠം പഠിച്ചില്ലേ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, പിന്നെ ന്യൂക്ലിയർ ഫോഴ്സ്. ഞാനത് ചോദിക്കുന്ന ഇതാണ്, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്. The strongest force in the universe, that is the nuclear force. Nuclear force എന്ന് പറയുമ്പോൾ നമ്മൾ ആ ന്യൂക്ലിയ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ച പോലെ the force that binds the nucleons together within the nucleus. ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. ഓക്കെ, ഇപ്പം ന്യൂട്രോണിന് ചാർജ് ഇല്ല, അപ്പോൾ പ്രോട്ടോണേ ചാർജ് ഉള്ളൂ. അപ്പം പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. അപ്പോൾ ഒരുപാട് പോസിറ്റീവ് ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് തമ്മിൽ റിപ്പൾഷൻ ഫോഴ്സ് അല്ലേ. ആ റിപ്പൾഷൻ ഫോഴ്സിനെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഈ ന്യൂക്ലിയസിനെ ഈ പർട്ടിക്കുലർ ഏരിയയിൽ 10⁻⁻15 മീറ്റർ അത്രയും ചെറിയ ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്തുന്ന ന്യൂക്ലിയർ ഫോഴ്സ്, അതിനെയാണ് ലോകത്തിലെ ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്നും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദ ഏറ്റവും ചെറിയ ഫോഴ്സ്, വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ ദ യൂണിവേഴ്സ്. അവിടെ നമ്മൾ ആ ജിയുടെ വാല്യൂ അറിയണം. ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എനിക്ക് തോന്നുന്നു അത് ജെയ്സ് എടുത്തായിരുന്നു ആണല്ലേ. ഇനി നമ്മളിങ്ങ് വന്നു കഴിയുമ്പോഴത്തേന് യൂണിറ്റ്സിന്റെ കേസിൽ യൂണിറ്റുകൾ പ്രൈമറിയും അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ആൻഡ് ഡിറൈവ്ഡ് എന്ന് പറയും. which are classified into 2 യൂണിറ്റ്സ്. യൂണിറ്റ്സ് എന്ന് പറഞ്ഞാലാണ് ഇപ്പൊ നോക്കി ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾക്കൊരു സാധനം വാങ്ങണം, ഇത്ര കിലോഗ്രാം വാങ്ങണം അല്ലേ. സോ ഓൾ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് യൂണിറ്റ്സ്. അപ്പം യൂണിറ്റ്സ് എന്നാന്ന് ചോദിച്ചാൽ ദ മെഷർമെന്റ് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ മെഷർമെന്റിനെയാണ് നമ്മൾ യൂണിറ്റ്സ് എന്ന് പറയണത്. അതിന് രണ്ടായിട്ട് തിരിക്കാം. ഫണ്ടമെന്റലും ഉണ്ട്, ഡിറൈവ്ഡും ഉണ്ട്. ഡിറൈവ്ഡ് ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മാസ്, ഓക്കെ, മാസിനെ വീണ്ടും ഏതെങ്കിലും ചെറിയ യൂണിറ്റുകളായിട്ട് മുറിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, മാസ് അല്ലേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പം ഏരിയ എന്നിരിക്കട്ടെ, ഏരിയ എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതി, മനസ്സിലായോ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതിനെ വീണ്ടും ചെറുതാക്കാം. അപ്പൊ വീണ്ടും ഫണ്ടമെന്റൽ യൂണിറ്റ്സ് പറഞ്ഞാൽ മാസ്, ലെങ്ത്, ടൈം, അതൊക്കെയാണ്. ഇതിനെ മൂന്നിനെയും അതിനെയും ഇവിടെ നമ്മൾ ഏത് എഴുതിയാലും which can be expressed in terms of fundamental quantities, അതിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത് derived units or derived quantities. Derived quantities, length into breadth. വേറെ പറഞ്ഞ വെലോസിറ്റി എന്ന് പറഞ്ഞ ഇക്വേഷൻ വെലോസിറ്റി ഇക്വേഷൻ പറ. v is equal to ഡിസ്റ്റൻസ് x by time. ഉണ്ടോ ഡിസ്റ്റൻസ്, അപ്പൊ ലെങ്ത് ബൈ ടൈം, l by t. അപ്പൊ അതിനെ എന്നായിട്ട് എഴുതാം? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അല്ലേ. സോ ദ ക്വാണ്ടിറ്റീസ് which can be expressed in terms of fundamental quantities.
സോ ദ ക്വാണ്ടിറ്റീസ് വീണ്ടും അതിനെ ചെറുതാക്കാൻ പറ്റിയല്ല. ഓക്കെ, വിച്ച് കനോട്ട് ബി, ഇതിനെയൊന്നും വിച്ച് കനോട്ട് എക്സ്പ്രസ്ഡ് ഇൻ സിംപ്ലർ ഫോം. വീണ്ടും സിംപ്ലർ ഫോമിലല്ല, സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റാത്തതാണ് ഏത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അത് ഏതൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാലോ? ഏരിയ, വെലോസിറ്റി. വേറെ ഒരെണ്ണം പറയാവോ? വോളിയം ഉണ്ടോ? ആ, വോളിയം ഉണ്ട്. വേറൊരെണ്ണം പറയാവോ? ഡെൻസിറ്റി ഇല്ലേ? മാസ് ബൈ വോളിയം അല്ലേ? ഡെൻസിറ്റി, പ്രഷർ, ടെമ്പറേച്ചർ ഇല്ല. പിന്നെ ഫോഴ്സ് ബൈ ഏരിയ, അതിനാ പറയാം ഫോഴ്സ് ബൈ ഏരിയ. പല പല ക്വാണ്ടിറ്റീസ്. മാസ് F = m അല്ല, ഫോഴ്സ് തന്നെ എഴുതാം. ഫോഴ്സ് m × a അല്ലേ, ആക്സലറേഷൻ അല്ലേ. ഇതെല്ലാം ഏതി വരുന്നതാണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, സോ ആദ്യം പഠിച്ചത് ഫോഴ്സ്, the weakest force in the universe gravitational force, strongest force ന്യൂക്ലിയർ ഫോഴ്സ്. യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ the measurement of physical quantities represented in form of physical quantities called units. Units is classified into two type. ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. വീണ്ടും ചെറുതാക്കി എഴുതാൻ പറ്റാത്ത മാസ്, ലെങ്ത്, ടൈം, അതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. All the other quantities which can be expressed in terms of fundamental quantities are called derived quantities. Okay. എനിക്ക് തോന്നുന്നു ഇപ്പം കെമിസ്ട്രിയുടെ ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ.